പാർത്ഥ, ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ചാനലിൻ്റെ റേറ്റിംഗും റീച്ചും കൂട്ടാനായി കുറേ പേർ കിടന്ന് കളിക്കുന്ന പൊറാട്ട് നാടകം അത് അവസാനിച്ചുവെന്ന് ഏകദേശം പറയേണ്ടി വരും. അതായത് റിപ്പോർട്ടർ ചാനൽ പൂട്ടണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ആഹ്വാനം ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ ബ്രേക്കിങ്ങുമായാണ് രാവിലെ രംഗത്തെത്തിയത്. DYSP PB ബെന്നി ഉൾപ്പെടെ CI SP ഉൾപ്പെടെയുള്ളവർ ഒരു പരാതിയുമായി എത്തിയ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിച്ചു, പണം വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്ന് അവരെ കഥ കടച്ച് അവരെ ഉമ്മം വച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിൽ, കാരണം പോലീസുകാരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അവർ പടച്ചുവിട്ടത്. ആ വാർത്ത ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇങ്ങനെ ഈ റിപ്പോർട്ടർ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ കുതിച്ച് പായുകയാണ്, എന്തും ചെയ്ത് റേറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മരമുറി കേസിലെ പ്രതികളാണ്. അപ്പോൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു PB ബെന്നി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിന് ഒരു പ്രതികാര നടപടി എന്നോണമാണോ ഇത്തരത്തിലൊരു വൃത്തികെട്ട നാടകം കളിക്കാൻ റിപ്പോർട്ടറിനെ പ്രേരിപ്പിച്ചത്? തീർച്ചയായും അങ്ങനെ ആയിരിക്കുമല്ലോ. നമുക്ക് സ്വാഭാവികമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ അഗസ്റ്റിൻ സഹോദരങ്ങൾ അവർക്കെതിരായ കേസ് അന്വേഷിച്ചത് ഈ PB ബെന്നി ആയിരുന്നു. പക്ഷേ ഏത് എതിരെയെല്ലാമാണ് പരാതി വന്നത് എന്ന് ആലോചിച്ചാൽ, അന്ന് ആ സമയത്തെ പൊന്നാനി CI ആയിരുന്ന ഒരു വ്യക്തിക്കെതിരെയും, അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് സന്തോഷം എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, വിനോദ് അല്ലെങ്കിൽ വിനോദ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ PB ബെന്നിക്കെതിരെയും മുൻ അവിടുത്തെ SP, അദ്ദേഹത്തിൻ്റെ പേര് സതീഷോ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല, പേര് ഞാൻ നോക്കിയില്ല, ആ 3 പേർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഇതിൽ സംഭവിച്ചത് സത്യങ്ങളും അർദ്ധസത്യങ്ങളും, അതായത് നമ്മൾ കേട്ടത് അർദ്ധസത്യങ്ങളാണ് എന്ന് കൃത്യമായി പറയേണ്ടി വരും. കാരണം ഈ കേസിനെ കുറിച്ച് വളരെ വ്യക്തമായി സർക്കാർ ഹൈക്കോടതിയിൽ ചില അഫിഡവിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ DYSP PB ബെന്നി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ഒരു സംഭവവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതിലെന്ത് നടപടി അദ്ദേഹം സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഈ കേസുമായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുമ്പം വളരെ പ്രയാസകരമായി, ഞാനത് തീർത്തും പറയുന്നില്ല, പക്ഷെ പ്രയാസകരമായ ചില പശ്ചാത്തലം അവർക്കുണ്ട് എന്നും കൃത്യമായ രീതിയിൽ ഇവർക്ക് പണം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പറയിപ്പിച്ചത് എന്നുമാണ് പുറത്തു വന്ന വാർത്തകൾ. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതാണ് സർക്കാരിൻ്റെ അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. 10 ലക്ഷം എങ്ങാണ്ട് കൊടുത്തിട്ടാണ് ആ സ്ത്രീക്ക് ഇത് പറയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ തന്നെ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. 10 ലക്ഷം കൊടുത്തുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. പല ആളുകൾ അത് ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് PB അൻവർ പറഞ്ഞത് ഞാൻ ഈ സ്ത്രീയുടെ വീട്ടിൽ പോവുകയും അവിടെ സംഘടിക്കുകയും ഇവർ പറഞ്ഞ വിഷമങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. TV പ്രസാദ് എന്ന് പറയുന്ന ഏറ്റവും നല്ല മാന്യനായ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്. റിപ്പോർട്ടറിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പറ്റിയ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പാടെ മാറിപ്പോയിരിക്കുന്നു. ഈ TV പ്രസാദ് വളരെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഇതൊന്ന് കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ അത് കുറെ പാളിപ്പോയി. പക്ഷേ മറ്റൊരു മാധ്യമം കൂടെ ഇത് കൊടുത്തു. പിന്നീട് പല മാധ്യമങ്ങൾ വന്ന് ഇവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അതിലൊക്കെ പാളിച്ചകളും വ്യത്യാസങ്ങളും, ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതിൽ SP-ക്കോ അല്ലെങ്കിൽ ഈ DYSP-ക്കോ ഒരു പങ്കുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞത് ഈ പൊന്നാനി CI-യുമായി ബന്ധപ്പെട്ട ചില പൊന്നാനി CI ഇവരുടെ വീട്ടിലെത്തിയെന്നും അത് കണ്ട ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്, ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെയുള്ളത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യട്ടെ. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഒരാൾക്കെതിരെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ FIR ഇടുക എന്നതാണ് സാമാന്യമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇടാൻ സർക്കാർ തയ്യാറായില്ല. ഈ കേസ് ഒരു ഫ്രോഡ് കേസാണ് എന്നുള്ളത് കൊണ്ട് സർക്കാർ പറയുന്നത് കൊണ്ട് ഇടാൻ തയ്യാറായില്ല. പക്ഷെ അതിന് വിമർശനാത്മകമായി പറയുന്നത്
പൊന്നാനി CI വിനോദിനെതിരെ ഗുരുതരമായ ആരോപണമാണുള്ളത്. മറ്റു രണ്ടുപേരെയും മാറ്റി നിർത്തിയാൽ ഗുരുതരമായ ആരോപണമാണ് വിനോദിനെതിരെ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകളും ഈ പരാതിക്കാരിയുമാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കേസ് എടുക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് കൊടുത്തു, പോലീസിന് കൊടുത്തു. അതിനെതിരായിക്കൊണ്ട് പൊന്നാനി CI വിനോദ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഈ കേസിനകത്ത് ഹൈക്കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല, അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു. ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒരിക്കലും താഴത്തെ കോടതിയെ ബാധിക്കരുത്. താഴത്തെ കോടതിക്ക് ഇതിൽ സ്വതന്ത്രമായിട്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനമെടുക്കാം. ഞങ്ങൾ ഇത് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് പ്രതിക്ക് അനുകൂലമാണ് എന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് തീരുമാനമെടുക്കാനും മജിസ്ട്രേറ്റ് കോടതിക്ക് കഴിയും. ഇനി അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് വരൂ എന്നാണ് വിധിയുടെ പൂർണ്ണമായ അർത്ഥം. അത് ഹൈക്കോടതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3G അടിച്ചിരുന്ന അവസ്ഥ. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അത് അടപടലം 3G ആയി എന്ന് പറയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു കേസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പോലും റദ്ദ് ചെയ്യണമെങ്കിൽ അതിൽ കോടതി തെളിവുകളെല്ലാം പരിശോധിക്കുമല്ലോ. പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങളും പ്രാഥമികമായ പോലീസ് റിപ്പോർട്ടും ഒക്കെ കോടതി പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. അപ്പം ബെന്നി കൃത്യമായി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഞാൻ അന്വേഷിച്ചത് കൊണ്ട് ആ കൃത്യമായ FIR ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടല്ലാതെ എതിരായിട്ട് ഈ കൃത്യമായി കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഇവർ വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതിന്റെ തുടരന്വേഷണവും ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തെ മാനഹാനി ഉണ്ടാക്കാനും വേണ്ടി എവിടെയുമില്ലാത്ത മലപ്പുറം DYSP ആയി എന്നൊരു കാരണത്താൽ അദ്ദേഹത്തെ കൂടി ഇതിലേക്ക് വലിച്ചിടുന്നു. എത്ര സിമ്പിളാണ് കാര്യങ്ങൾ. മാനഹാനി അദ്ദേഹത്തിന് വന്നു, പിന്നീട് അദ്ദേഹം കോടതിയിൽ നൂരിപ്പോന്നാലെന്നും ഈ സ്ത്രീക്കെതിരെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഈ അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം വന്നു, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിൽ വെച്ചാൽ നമ്മൾ എന്താ പറയാ? അദ്ദേഹം പീഡിപ്പിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് ഇറങ്ങിപ്പോന്നു അല്ലേ? ഇത്രയല്ലേ പറയൂ. പക്ഷെ ഇത് വളരെ കൃത്യമാണ് എന്ന് സർക്കാരിനും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വളരെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നീതി കിട്ടിയത്. എല്ലാവർക്കും ഈ നീതി കിട്ടണമെന്നില്ല. അവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ആളുകളെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ 14 ദിവസമോ 20, 70 ദിവസമോ 50 ദിവസമോ ജയിലിൽ കിടന്നുകൊണ്ട് അവർ പ്രതികളാവണമെന്നില്ല. കേസിന്റെ മെറിറ്റ് പരിശോധിക്കുന്നത് കോടതിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് അവിടെയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ ബെന്നിക്കെതിരെയുള്ള കേസ് കൃത്യമായി കെട്ടിച്ചമച്ചതാണെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണെന്നും PV അൻവറിന് ഇവരോടുള്ള കൃത്യമായ ദേഷ്യം PV അൻവറും ഇതിലൂടെ തീർത്തു എന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കള്ളവാർത്തകൾക്ക്, ഇത്തരം മോശപ്പെട്ട പ്രവണതകൾക്ക് അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി മാറ്റുക. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർ അന്വേഷിക്കട്ടെ. ബെന്നി ഇതിലില്ല. വിനോദിന് എന്ത് സംഭവിച്ചു എന്ന് അവർ അന്വേഷിക്കുകയും അതിന്റെ പശ്ചാത്തലമൊക്കെ ഇവർ അന്വേഷിക്കുകയും ചെയ്യട്ടെ. എന്താ പറയാ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. മറ്റു ചാനലുകളൊക്കെ ഇത് കൊടുത്തപ്പോൾ റിപ്പോർട്ടർ ഇത് മുക്കി. റിപ്പോർട്ടർ ഈ വാർത്ത കൊടുത്തില്ല. കാരണം റിപ്പോർട്ടറിന് ഇതൊരു തിരിച്ചടിയല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലരും പറയുന്നത് ഈ റേറ്റിംഗിന് വേണ്ടി വ്യാജ വാർത്തകൾ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ചാനൽ പൂട്ടണം എന്നാണ്. പൂട്ടണമോ വേണ്ടയോ അതൊക്കെ പിന്നെ എന്താ പറയുക, മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ. കാരണം ഒന്നേ പറയാനുള്ളൂ, റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ കുതിച്ചു പായൂ, അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക നേട്ടവും കൂടി അതിന്റെ പിന്നിൽ കാണും. പക്ഷേ വാർത്തകൾ ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് ഒക്കെ ഇരുന്ന് പിന്നെ BJP ഒരാൾ അനുകൂലിക്കുന്നു, കോൺഗ്രസിനെ മറ്റൊരാൾ അനുകൂലിക്കുന്നു, ഇടതുപക്ഷത്തെ ബാക്കി 2 പേർ അനുകൂലിക്കുന്നു. ഇവർക്കെല്ലാവർക്കും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കാൻ ആൻഡ് ഓഗസ്റ്റിന് തള്ളിക്കയറുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറേ ആളുകളുടെ ജീവിതം അതിൻ്റെ അകത്തുണ്ട്. കുറേ ആളുകളുടെ ഉപജീവന മാർഗമുള്ള ഒരു സ്ഥാപനമാണ്. അത് പൂട്ടിപ്പോണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിരവധി പേർ 15, 16, 17 മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നുണ്ട്. ഒരു സമയത്ത് എൻ്റെയും അന്നമായിരുന്നു ആ ചാനൽ എന്നുള്ളത് കൊണ്ട് അത് പൂട്ടിപ്പോണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഏത് പകയുടെയും ഏത് റിവെഞ്ചിൻ്റെ ഇതിലാണെങ്കിൽ പോലും ഇത്തരം വ്യാജ വാർത്തകൾ അടിച്ചുകൊണ്ട് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കരുത്. അത് പക്ക ഫ്രോഡ്ത്തരമാണ്, പക്ക ഉഡായിപ്പാണ്. നിങ്ങൾ ആ റേഞ്ചിലേക്ക് ആളുകൾ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പല പുതിയ ചാനലുകൾ വന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിനെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏഷ്യാനെറ്റ് തന്നെ വയ്ക്കണം, സത്യസന്ധമായ വാർത്തകൾ അറിയണമെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ കാണണം എന്നിപ്പോഴും പഴയ തലമുറയിലുള്ളവർ ഇപ്പോഴും ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ പല വാർത്തകളും കാണുമ്പോഴാണ്
മനസ്സിലാകുന്നത്. എത്രയൊക്കെ ആരൊക്കെ കുതിച്ചു പൊങ്ങിയാലും ഏഷ്യാനെറ്റിനോളം വരില്ല എന്നുള്ളത് അത് ധന്യ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഏഷ്യാനെറ്റിന് ഈ പറഞ്ഞതുപോലെ 3D എഫക്റ്റോ അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് വാചാലമാകുന്ന ആളുകളോ എന്നൊന്നുമില്ല. പക്ഷെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും ആളുകളിലേക്ക് എത്തിക്കുകയും പറയേണ്ട സമയത്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാജമായി ഒരാളെ കൊടുക്കാൻ വേണ്ടി കള്ള വാർത്തകൾ അവർ കൊടുക്കാറില്ല. കൃത്യമായിട്ട് അവർ അത് പരിശോധിച്ച് അതിൽ പൂർണ്ണമായി ഉറപ്പുവരുത്തി അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പണ്ട് ലഹരി വരുന്ന കേസുമായി ബന്ധപ്പെട്ട് അവർ സെറ്റ് ഇട്ട് ഒരു കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണം വന്നു. പോലീസ് ഇവരുടെ പിന്നെ സിസ്റ്റം ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ ഏഷ്യാനെറ്റിന് മുന്നേ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അതിൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ആ കേസ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിൽ കൃത്യമായി കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി, അതായത് ലഹരി പിടിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിക്ക് മാധ്യമത്തിന് മുമ്പിൽ വരാൻ തയ്യാറല്ല. പക്ഷെ ആ കുട്ടി പറയുന്ന കുട്ടിയുടെ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പുറകിൽ അതായത് ബ്ലർ ചെയ്തുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ പിക്ചർ വെക്കുകയാണ് ചെയ്തത്, അതായത് വീഡിയോ വെക്കുകയാണ് ചെയ്തത്. അതിൽ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ, അതായത് യഥാർത്ഥ കാര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത് വ്യാജമല്ല, വ്യാജ വാർത്ത പ്രചരിപ്പിക്കലാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് കോടതി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നമില്ല. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഞാനൊരു ചാനലും പൂട്ടിപ്പോടുമെന്ന് ഞാൻ പറയില്ല. തെറ്റുകളൊക്കെ പലർക്കും പറ്റാം. ഇനിയെങ്കിലും മറ്റുള്ള പല ആൾക്കാരുടെ പല അഭിപ്രായങ്ങളാണ്. വാർത്തകൾ ഉണ്ടാക്കുന്ന റീച്ചിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായി ആകരുത് എന്നുള്ളത് മാത്രമാണ്. അവിടെ ജോലി എടുക്കുന്ന, അവിടെ പണി ചെയ്യുന്ന ജേർണലിസ്റ്റുകളുടെ അന്നമാണ്. അതുകൊണ്ട് TV പ്രസാദിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇതിന്റെ പുറകിൽ പോയി ഇത്തരം കഷ്ടപ്പെട്ട് ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം.